ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്ത് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ ശ്രേഷ്ഠമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ അന്യഭാഷ വരത്തെക്കുറിച്ച് അല്പമായി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാനാണ് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത്. ഈ ഭാഷാവരത്തിൻ്റെ പ്രയോജനം എന്താണ്? ഇതെങ്ങനെ പ്രാപിക്കുവാൻ കഴിയും? ഇത് ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുവാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും ഞാൻ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം അവിടെ കേൾക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പതിന് ശേഷം 50-ാം ദിവസം യേശുവിൻ്റെ ശിഷ്യന്മാരും ശേഷം വിശ്വാസികളും ഒരുമിച്ച് കൂടിയിരുന്ന് അവർ ദൈവത്തെയോട് പ്രാർത്ഥിക്കുകയോ ദൈവത്തെ ആരാധിക്കുകയോ ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ വളരെ അത്യുച്ചമായ ഒരു ശബ്ദം, വലിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം അവർ കേൾക്കുവാനിടയായിത്തീർന്നു. അവർ മുമ്പിൽ അഗ്നി നാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. അത് അവരുടെ ഓരോരുത്തരുടെ മേൽ വന്നതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് അവർ ദൈവാത്മാവിൽ നിറയുന്നതിനും അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തതുപോലെ ഉച്ചരിപ്പാൻ സഹായിച്ചതുപോലെ അവർ ദൈവാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുവാനും തുടങ്ങിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, യെരുശലേമിൽ നിന്നും അകലെയുള്ള അനേക യഹൂദന്മാരായ ആൾക്കാരും യെരുശലേമിൽ ജനിക്കാത്ത ആളുകളും യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടതായ യഹോവയിൽ വിശ്വാസമുള്ള അനേക ആളുകൾ യെരുശലേമിൽ അന്ന് ജീവിച്ചിരുന്നു, അന്ന് താമസിച്ചിരുന്നു. അവർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് അവിടെ വന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ അവരൊക്കെയും ഈ ശബ്ദം കേട്ടിട്ട് ശിഷ്യന്മാർ ആയിരുന്ന ആ സ്ഥലത്ത് ഓടിക്കൂടുവാനിടയായി. ആ വീടിന് ചുറ്റും ഓടിക്കൂടി. അപ്പോൾ ഓടിക്കൂടിയപ്പോൾ ഓടിക്കൂടിയവർക്ക് അതിശയം തോന്നത്തക്ക നിലയിൽ അവരുടെ ഭാഷകളിൽ ഗലീലിയയിൽ മാത്രം താമസിച്ചിരുന്ന, അവിടുത്തെ ഭാഷ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഈ ലോക്കൽ മനുഷ്യർ മറ്റാൾക്കാരുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേട്ട് ആശ്ചര്യപ്പെടുവാനിടയായിത്തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പത്രോസ് എഴുന്നേറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമം നാം വായിക്കുമ്പോൾ ദൈവം അനേക ആൾക്കാരെ അതിശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരായി, യുദ്ധക്കളത്തിൽ ശക്തമായി ദൈവത്തിനു വേണ്ടി നിലനിന്ന, രാജ്യങ്ങളെ ഭരിച്ചവരായ, അനേക വൻകാര്യങ്ങൾ ചെയ്തതായ അനേക ശക്തന്മാരായ പ്രവാചകന്മാരെക്കുറിച്ച്, ദൈവദാസന്മാരെക്കുറിച്ച് പഴയ നിയമത്തിൽ നമുക്കുടനീളം വായിക്കുവാൻ കഴിയും. എന്നാൽ അവരുടെ മേലിൽ ഒന്നും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ചെയ്യാതിരുന്നതായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവർ ദൈവാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചവർക്ക് അന്യമായിരുന്നെങ്കിലും അവിടെ ഓടിക്കൂടിയവർക്ക് മനസ്സിലാകുമായിരുന്നു. കാരണം അവർ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്ന് യെരുശലേമിൽ പാർത്തവരാണ്. അപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു, എങ്ങനെയാണ് ഇവർക്ക് നമ്മളുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ സംസാരിക്കുവാൻ കഴിയുന്നത്? അപ്പോൾ അതിന് പത്രോസ് എഴുന്നേറ്റ്
യോവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കുവാനിടയായിത്തീർന്നു. യോവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പത്രോസ് ഇങ്ങനെയാണ് എഴുന്നേറ്റ് സംസാരിച്ചത്: അന്ത്യനാളുകളിൽ ദൈവം സകല ജഡത്തിന്മേലും തൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിലും അവിടെ ആത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അവർ എല്ലാ ഭാഷക്കാരും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകളിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ പകരുമെന്നും അവർ പ്രവചിക്കുമെന്നും അവർ ദർശനങ്ങളെ കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പ്രവാചകൻ എഴുതിയിട്ടില്ല അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന്. ദൈവത്തിൻ്റെ വചനത്തിൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു: തന്നിൽ വിശ്വസിക്കുന്നവർ അവർ തൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുമെന്ന് യേശു പറയുവാനിടയായി തീർന്നു. എന്നാൽ ഒരിക്കൽ പോലും യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ പെന്തക്കോസ് നാളിന് മുമ്പായി അന്യഭാഷയിൽ സംസാരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുള്ളുവാനും അവർ ഇങ്ങനെ വളരെ ശബ്ദമുയർത്തി സംസാരിക്കുന്നതും കണ്ടിട്ട് കൂടി വന്നതിൽ ചില ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇവർ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് എന്ന് പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ ഈ ക്രിട്ടിസിസം തുടങ്ങിയിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നത്, അന്യഭാഷ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ട് കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഇന്നു മാത്രമല്ല ഉണ്ടായിരുന്നത്. പുതിയ നിയമസഭ തുടങ്ങിയ ആ സമയം മുതലേ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമല്ലോ, ഞാൻ അന്യഭാഷ പറയുമ്പോൾ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? അവർക്ക് നഷ്ടപ്പെടുന്നത് അന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചതിൻ്റെ ഫലമായി ഏകദേശം 3000-ൽ അധികം ആൾക്കാർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ കേട്ട് മാനസാന്തരപ്പെട്ട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആ മെസ്സേജ് അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുവാനും യേശുവിനെ സ്വീകരിക്കുവാനും സ്നാനപ്പെടുവാനും ഇടയായിത്തീർന്നു എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ആളുകൾ എന്തു പറയും എന്നതല്ല നമുക്ക് പ്രശ്നം. എങ്ങനെ ദൈവാത്മാവിനെ പ്രാപിച്ച കർത്താവിന് വേണ്ടി ആൾക്കാരെ നേടുവാൻ കഴിയും എന്നുള്ളതായിരിക്കണം നമ്മളെ ഓരോരുത്തരെയും ഭരിക്കേണ്ടുന്നതായ ചിന്ത. ഞാൻ കാത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്തിൽ വന്ന ആ കാലഘട്ടം മുതൽ അനേക ദൈവദാസന്മാർ എപ്പോഴും എടുക്കുന്നതായ ഒരു ഉദാഹരണമാണ് ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി ഡാൻസ് ചെയ്തുകൊണ്ട് നൃത്തം ചെയ്തു ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് അനേക പ്രാവശ്യം അനേക ദൈവദാസന്മാർ അവരുടെ മെസ്സേജുകളിൽ പറയുന്നത് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പല മെസ്സേജുകൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മാർബിൾ കല്ലുപോലെ നിന്നിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക എന്നുള്ളത് എനിക്കത് മനസ്സിലാകുന്നില്ല. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ ആളുകൾ ബഹളം വെക്കുവാനിടയായി തീർന്നു, അവർ ഒച്ച വെക്കുവാനിടയായി തീർന്നു, അവർ ശബ്ദമുയർത്തി സംസാരിക്കുവാനിടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശബ്ദമുയർത്തുവാൻ നാണം കെടുന്നുവെങ്കിൽ, അത് ഒരു എന്തോ പോരായ്മയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹത്തരമായ ഒരു കൃപാവരത്തെയാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത് സഭ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥാപിക്കപ്പെട്ടപ്പോൾ കേരളത്തിലും
ആദ്യ സമയത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ഇംഗ്ലീഷുകാർ അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയാത്തവരായിരുന്നു. പക്ഷേ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മലയാളത്തിൽ സംസാരിച്ച് അത് കേട്ട ആൾക്കാർ രക്ഷിക്കപ്പെടുന്നതിനും സ്നാനപ്പെടുന്നതിനും അവർ ആദ്യ കാലത്തെ പെന്തക്കോസ് വിശ്വാസികളായി തീർന്നതിനും കാരണമായി തീർന്നു എന്ന് മലയാളത്തിലെ പെന്തക്കോസ് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തുവയോർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേർ ഓർക്കുന്നില്ല, അവിടെ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ അന്യഭാഷ പറയുന്നത് അവർക്ക് മലയാളമായി മാറി ഉടനെ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവിടെ സഭയുണ്ടായതായിട്ട് പെന്തക്കോസ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുവിശേഷം പ്രചരിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അനേക സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുവാൻ, കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക്, ദൈവത്തിൻ്റെ നാമം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ സുവിശേഷം അനേക ഇടങ്ങളിൽ പ്രചരിപ്പിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ദൈവത്തിൽ നിന്നും ഈ ഗിഫ്റ്റ് പ്രാപിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യുവാനുള്ളത്. ചില സമയങ്ങളിൽ നമുക്ക് ദൈവം തരുന്ന ആലോചനകൾ പറയുവാൻ ഒരുപക്ഷെങ്കിൽ ട്രാൻസ്ലേറ്ററെ കിട്ടാൻ പാടാണ്. എന്നാൽ ഇത്തരത്തിൽ ദൈവാത്മാവിൻ്റെ ഗിഫ്റ്റ് നമുക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ചില സന്ദർഭങ്ങളിൽ ഈ ഗിഫ്റ്റ് അത്തരത്തിൽ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, ഉപയോഗപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകൾ ഇന്ത്യയിലും ജപ്പാനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറിമാരെ കർത്താവ് അത്തരത്തിൽ ഉപയോഗിച്ചു എങ്കിൽ, ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ദൈവാത്മാവിന് സമർപ്പണം മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് എന്തും എൻ്റെ ജീവിതത്തിൽ കൂടെ ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളിൽ കൂടെ സ്വർഗത്തിലെ ദൈവത്തിന് ഇനിയും ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത്തരത്തിൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഭാഷകളും കൂടെ പഠിച്ചിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിൽ മാത്രം 22 ഒഫീഷ്യൽ ലാംഗ്വേജുകളുണ്ട്. അതുകൂടാതെ 1652 ഭാഷകൾ ഇന്ത്യയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നു എന്നാണ് രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്ത്യയിൽ മാത്രം ആളുകൾ അത്രയും സംസാരിക്കുമ്പോൾ, അത്രയും ഭാഷകൾ സംസാരിക്കുമ്പോൾ, ഈ ഭാഷകളെല്ലാം കൂടെ പഠിച്ചിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സുവിശേഷം ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത്? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ കീഴടങ്ങിയിരുന്ന ദൈവമേ, എന്നെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കണം, ഈ സുവിശേഷം അനേക ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ. കർത്താവെ, ഈ ഭാഷാ വരം പ്രയോജനപ്പെടുമെങ്കിൽ എന്നെ അതുകൊണ്ട് നിറയ്ക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ സമർപ്പണവും പ്രാർത്ഥനയും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ ഈ കാലഘട്ടത്തിലും ഉപയോഗിക്കും എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് കൂടാതെ അന്യഭാഷ പ്രാപിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് നേടുവാൻ കഴിയുന്നതെന്ന് ചില കാര്യങ്ങളിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അത് മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പിശാചിന് അത് മനസ്സിലാക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. അതുമാത്രമല്ല, ഓരോരുത്തരും അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെയാണ് സംസാരിക്കുന്നത്. അതുകൂടാതെ അന്യഭാഷയിൽ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു. എല്ലാ വ്യക്തികളും ഭക്ഷണം കഴിക്കും അവരുടെ ആരോഗ്യം നിലനിർത്തുവാൻ. അത് നമ്മൾ എവിടെയായിരുന്നാലും, വീട്ടിലായിരുന്നാലും, ജോലിക്ക് പോയാലും, എവിടെയെങ്കിലും യാത്രയാണെങ്കിലും നമ്മൾ ഒന്നുകിൽ ഭക്ഷണം കൂടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള കടയിൽ, ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കും. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. തളർന്നു പോവും, ക്ഷീണിച്ചു പോവും, വാടിപ്പോവും, അവർക്ക് സർവൈവ് ചെയ്യുവാൻ, അവർക്ക് നിലനിൽക്കുവാൻ കഴിയത്തില്ല. എന്നതുപോലെയാണ് നമ്മുടെ അന്തരാത്മാവിൽ, നമ്മുടെ ആന്തരിക മനുഷ്യനും അവന് നിലനിൽക്കണമെങ്കിൽ, ആന്തരിക മനുഷ്യന് ജീവൻ ഉണ്ടാകണമെങ്കിൽ,
ആന്തരിക മനുഷ്യൻ ആവശ്യമുള്ള ആഹാരം നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തുന്നു എങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഞാൻ ഏത് സമയത്തും ആരെങ്കിലും എൻ്റെ അടുക്കലില്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിച്ച് കർത്താവിനോടൊപ്പം നടക്കുവാൻ വളരെ ആഗ്രഹിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയാം, ഞാൻ സംസാരിക്കുന്നത് കൊണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ ആത്മീയ ബലം വർദ്ധിക്കുകയാണ്, എൻ്റെ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടുകയാണ്, എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പലപ്പോഴും പല ആൾക്കാർക്കും അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. ആൾക്കാർക്ക് അരോചകമാകും, അല്ലെങ്കിൽ ആൾക്കാർ എന്തു വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നില്ല. നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ആൾക്കാർ എന്തു ചിന്തിക്കും എന്നുള്ളതല്ല പ്രശ്നം. എൻ്റെ ആരോഗ്യമാണ് എനിക്ക് പ്രശ്നം, എൻ്റെ ആത്മീയ ജീവിതമാണ് എനിക്ക് പ്രശ്നം, എൻ്റെ അന്തരാത്മാവിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചിന്തിക്കുമെന്നുള്ളത് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഈ ദിവസങ്ങളിൽ അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും, കർത്താവേ എന്നെ നിറയ്ക്കണമേ, എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കണം, എനിക്ക് ആത്മീയ വർധന വരുത്തണം, എനിക്ക് ശക്തനായി മാറണം, എൻ്റെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ ചോദിക്കുകയാണെങ്കിൽ, നിശ്ചയമായും കർത്താവ് തന്നെ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ, അന്യഭാഷ അടയാളത്തോടു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. ചില സമയത്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ചില സമയത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വാക്കുപോലും വരാതിരിക്കുന്ന സമയത്തിൽ ഉള്ളിൽ നെടുവീർപ്പെട്ട് ഭാരപ്പെട്ട് മറ്റാൾക്കാർക്ക് നമ്മളോട് സംസാരിക്കുവാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ആരും തന്നെ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനോ പ്രാർത്ഥിക്കുവാനോ മനസ്സ് കാണിക്കാതിരിക്കുന്ന അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആൾക്കാർക്ക്, പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ച ആൾക്കാർക്ക് ആ സന്ദർഭങ്ങളിൽ ദൈവാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് സഹായിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പൗലോസ് പറയുകയാണ്, ഞാൻ കൊരിന്തിലുള്ള സഭയിലെ എല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നു. കാരണം പൗലോസിന് അറിയാം, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ താൻ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നത്? ഒന്ന്, ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ എന്നെ ഇന്ന് ശക്തീകരിക്കണമേ, എൻ്റെ മേൽ ആത്മാവിനെ പകരണമേ, എനിക്ക് ഈ അന്യഭാഷ ആവശ്യമാണ്, ഈ വരത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുന്നവരുടെ മേലാണ് കർത്താവ് തൻ്റെ ആത്മാവിനെ ഇത്തരത്തിൽ പകരുവാനിടയായിത്തീരുന്നത്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യത്തിൽ പത്രോസ് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രസംഗം കേട്ടവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കുകയും അവർ ഓരോരുത്തരും അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവ സഭയിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ ചെന്ന്, അവിടെ ചെന്ന് ദൈവവചനം കേൾക്കുമ്പോൾ, അഥവാ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈ നിമിഷം ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഈ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളുടെ ഹൃദയങ്ങളിലെ ചിന്തകളെ, നിങ്ങളെ ഹൃദയങ്ങളെ ഏകാഗ്രതപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് പകരുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. മറ്റൊന്ന്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുള്ള ആളുകൾ, അഭിഷേകമുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അന്യഭാഷ അടയാളത്തോടുകൂടി ഈ കൃപയെ പ്രാപിക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പൗലോസ് എഫെസോസിലുള്ള ചില ആൾക്കാർക്ക് വേണ്ടി തൻ്റെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ കൈവെപ്പിനാലുള്ള പ്രാർത്ഥന മുഖാന്തരം
അവർ അന്യഭാഷ അടയാളത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ യേശുവിൻ്റെ സകല ശിഷ്യന്മാരും അന്യഭാഷ പ്രാപിച്ചവരായിരുന്നു, ഈ കൃപ പ്രാപിച്ചവരായിരുന്നു. പുതിയ നിയമത്തിലെ എല്ലാ വിശ്വാസികളും ഈ അന്യഭാഷ അടയാളത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയവരായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ ഇതിനെ അങ്ങേ അറ്റം പ്രൊമോട്ട് ചെയ്യുകയും ആൾക്കാർ ഇത് പ്രാപിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും അന്യഭാഷ പ്രാപിച്ചവരായിരുന്നു. യൂദാസ് മാത്രം പോയി തൂങ്ങിച്ചെത്തു. എന്നാൽ യൂദാസിന് പകരമായി തെരഞ്ഞെടുത്തതായി മത്തിയാസ് ഉൾപ്പെടെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അന്യഭാഷ പറഞ്ഞതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് ഒരുപക്ഷെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമായിരിക്കാം, എല്ലാ അന്യഭാഷയും ശരിയാണോ, എല്ലാം ദൈവത്തിൽ നിന്നാണോ? അല്ല. ഭൂതങ്ങൾ ബാധിച്ചവർ അന്യഭാഷ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പേഴ്സണലി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരെ ആ ഭൂതത്തെ ശാസിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളുടെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് അതിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത്തരത്തിലുള്ള ദുരാത്മാക്കളെ ശാസിക്കുവാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ ഈ സംശയത്തിന് യാതൊരു ആധാരവുമില്ല. പെന്തക്കോസ് ചർച്ചിൽ ജനിച്ചതുകൊണ്ടോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പെന്തക്കോസ് ആണ് ചർച്ച് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടോ, ദീർഘനാളുകൾ സൺഡേ സ്കൂൾ പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ, അത്തരത്തിലുള്ള മാതാപിതാക്കൾക്കാണ് നിങ്ങൾ ജനിച്ചതെന്ന് പറഞ്ഞുകൊണ്ടോ ദൈവത്തിന് നിങ്ങളുടെ മേൽ ആത്മാവിനെ പകരണം എന്ന് യാതൊരു വ്യവസ്ഥയുമില്ല. ദൈവസന്നിധിയിൽ മുഴുവൻകാലം അടക്കുന്ന, ദൈവസന്നിധിയിൽ താഴുന്ന, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുന്നവരുടെ മേലാണ് ദൈവം തൻ്റെ ആത്മാവിനെ പകരുന്നത്. മനുഷ്യരുടെ മുമ്പിൽ ഹമ്പിളാണെന്ന് കാണിച്ച്, മനുഷ്യരുടെ മുമ്പിൽ എന്നെപ്പോലെ ഈ വ്യക്തിയെപ്പോലെ നല്ലൊരു മനുഷ്യനെ കണ്ടുകിട്ടാൻ പാടാ എന്നുള്ള സാക്ഷ്യം കിട്ടിയത് കൊണ്ട് മാത്രം ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരത്തില്ല. ദൈവസന്നിധിയിൽ താഴുന്നവൻ്റെ മേളിൽ മാത്രമേ ദൈവം തമ്പുരാൻ തൻ്റെ ആത്മാവിനെ പകരത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം തൻ്റെ കൃപാവരങ്ങളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് ഈ സമയത്ത് ഈ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവമേ എന്നെയും സ്പർശിക്കണമേ, എൻ്റെ മേൽ തൻ്റെ അങ്ങയുടെ ആത്മാവിനെ പകരണമേ, എനിക്കും ഈ കൃപ ആവശ്യമാണ്, എനിക്കും ശക്തനായി മാറണം, എനിക്കും അന്യഭാഷയിൽ കർത്താവിനോട് സംസാരിക്കണം, എനിക്കും ഈ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഈ നിമിഷം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ സ്പർശിക്കുവാനും അന്യഭാഷ അടയാളത്തോടുകൂടി ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവാനും ശക്തനാണ്. ഭാഷ പ്രാപിച്ചവർ ഭാഷാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, കർത്താവെ എന്നെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഈ നിമിഷം അങ്ങയുടെ വചനം കേൾക്കുന്നതായ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം സ്വർഗത്തിലെ ദൈവമേ, അവർക്ക് ഇന്നുവരെയും അന്യഭാഷ അടയാളത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ നിമിഷം അവരുടെ ഹൃദയങ്ങളെ അതിനായി ഒരുക്കണമേ കർത്താവെ. അവർക്ക് ഒരു താഴ്മയുള്ള ഹൃദയം കൊടുക്കണമേ കർത്താവെ. അവർ അന്യഭാഷ അടയാളത്തോടു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവരുടെ ഹൃദയങ്ങളെ ദൈവം ഒരുക്കുകയും ഈ സമയത്ത് അവരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരുകയും ചെയ്യണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിലകൊള്ളുവാൻ, യേശുവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഫലം കായ്ക്കുന്നവരായി പ്രയോജനപ്പെടുന്നതായ ഒരു തലമുറയായി ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങയുടെ ജനത്തെ തീർക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുവത്തക്ക നിലയിൽ ദൈവമേ വളരെ കോൺഫിഡൻസോടെ അഭിഷേകത്തോടുകൂടെ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഓരോരുത്തർക്കും ഇടവരുത്തണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ അതിനായി ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷേകം പകരുന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾ അവർക്ക് അനുഭവിക്കുവാൻ ഇടവരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയും ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക.